ജി എസ് ടിയിൽ എത്ര റേറ്റുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? വൺ ടാക്സ് വൺ നേഷൻ എന്നൊക്കെ പറഞ്ഞ് വളരെ സിമ്പിൾ ആക്കാൻ ശ്രമിച്ചാലും ജി എസ് ടി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഏകദേശം 7ൽ കൂടുതൽ റേറ്റുകൾ ജി എസ് ടിയിലുണ്ട്. സീറോ റേറ്റഡ്, അതായത് പ്രത്യേകിച്ച് ടാക്സ് ഒന്നുമില്ല. ഇനി 0.1% ജി എസ് ടി ഉണ്ട്. 3% ഗോൾഡിൻ്റെ കേസിൽ ജി എസ് ടി ഉണ്ട്. പിന്നെ 5%, 12%, 18%, 28%, ഇങ്ങനെ പല പല റേറ്റുകളിൽ ജി എസ് ടികളുണ്ട്. പലപ്പോഴും എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മളുടെ അരി അല്ലെന്നുണ്ടെങ്കിൽ പച്ചക്കറി, അതുപോലെ തന്നെ ഇപ്പോൾ മീൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു നിൽ റേറ്റഡ് ആയിട്ടുള്ള ഒരു റേറ്റാണ്. അതായത് റേറ്റ് ഇല്ല എന്നർത്ഥം, ജി എസ് ടി ഇല്ല എന്നർത്ഥം. ഇനി ഗോൾഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3% ആണ് റേറ്റ് വരുന്നത്. ഇനി എസെൻഷ്യൽ ആയിട്ടുള്ള മറ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് 5%ലാണ് വരുന്നത്. ഇനി ചില ഐറ്റംസ്, അതായത് പ്രോസസ്ഡ് ഫുഡ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 12% റേറ്റ് വരുന്നുണ്ട്. 18% വരുന്നത് മോസ്റ്റ് കോമൺലി വരുന്നത് ഈ സർവീസസ് ഒക്കെയാണ്. ഇനി 28% എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ 28% ആണ്. ഇനി ലക്ഷറി ആണെന്ന് മാത്രമല്ല കേട്ടോ, ചില ഐറ്റംസ് വളരെ ബേസിക് ആയിട്ടുള്ള, ഇപ്പോൾ കൺസ്ട്രക്ഷൻസിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമെൻറ്റ്സ് ഒക്കെ 28% ആണ്. ബാറ്ററി 28% ആണ്. അതുപോലെ തന്നെ കാറുകളൊക്കെ വരുന്നത് 28% ആണ്. അപ്പോൾ ഇങ്ങനെ പല റേറ്റുകളിലായിട്ടാണ് ജി എസ് ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ജി എസ് ടി സീരീസിൽ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ കുറിച്ചാണ്.